അടുത്ത മോക്ക് ടെസ്റ്റിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ മോക്ക് ടെസ്റ്റ്. ഓക്കെ, ആദ്യമായിട്ട് മോക്ക് ടെസ്റ്റ് എഴുതാത്തവരെ അത് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തെ മോക്ക് ടെസ്റ്റ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. എക്സാം തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു പേപ്പറും പേനയും എടുത്ത് എക്സാമിന് വേണ്ടി തയ്യാറാവുക. അതുപോലെ തന്നെ നമ്മുടെ LDC മിഷൻ LDCയുടെ പെയ്ഡ് PDF നോട്ട് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. 9496822117 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യ ചോദ്യം ഇങ്ങനെയാണ്: ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് വിജയകരമായി പരീക്ഷിച്ച എയർ ടു സർഫസ് മിസൈൽ ഏത് എന്നാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം: എവറസ്റ്റ് കീഴടക്കുന്ന മൂന്നാമത്തെ മലയാളി വനിത ആര്? മൂന്നാമത്തെ ചോദ്യം: രാജ്യത്ത് ആദ്യമായി വയോജന വകുപ്പ് രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമേത്? നാലാമത്തെ ചോദ്യം: രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിയുള്ളവർക്ക് സംരക്ഷണം ഉറപ്പാക്കുന്ന കേരള സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏത്? അഞ്ചാമത്തെ ചോദ്യം: സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ ധനസഹായം നൽകുന്ന അന്നപൂർണ ഭണ്ഡാർ ക്ഷേമ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനമേത്? ആറാമത്തെ ചോദ്യം: ബഹിരാകാശത്ത് സഞ്ചാരികൾക്ക് ആകാശം ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത്? ഏഴാമത്തെ ചോദ്യം: ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് ഏത്? എട്ടാമത്തെ ചോദ്യം: താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്: തൈവാൻ നോവലിസ്റ്റ് യാങ് ഷോങ് ഷിയുടെ തൈവാൻ ട്രാവലോഗ് എന്ന മാൻഡറിൻ ചൈനീസ് നോവലാണ് 2026 ബുക്കർ ഇൻ്റർനാഷണൽ പ്രൈസിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്: മാൻഡറിൻ ചൈനീസ് ഭാഷയിൽ നിന്ന് ബുക്കർസ് ഇൻ്റർനാഷണൽ പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ കൃതിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്: മാൻഡറിൻ ചൈനീസ് ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് നോവൽ വിവർത്തനം ചെയ്ത ലിങ് കിങ്ങുമായി യാങ് ഷാങ്ഷി പുരസ്കാരം പങ്കിട്ടു. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്: 60,000 പൗണ്ടാണ് ബുക്കർ ഇൻ്റർനാഷണൽ പ്രൈസിൻ്റെ സമ്മാനത്തുക. ഒൻപതാമത്തെ ചോദ്യം: വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയേത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്: കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. പത്താമത്തെ ചോദ്യം: ഒരച്ഛൻ മകനും കൂടി ഇപ്പോൾ 39 വയസ്സുണ്ട്. ഇനി ഒരു വർഷം കഴിയുമ്പോൾ അവരുടെ പ്രായം എന്തായിരിക്കും? 11ാമത്തെ ചോദ്യം: വടക്കേ മലബാറിലെ ഏത് രാജകുടുംബവുമായി കേരളവർമ്മ പഴശ്ശിരാജ ഏത് കുടുംബാംഗമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ? 12ാമത്തെ ചോദ്യം: ഇന്ത്യയുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ശ്രദ്ധിക്കുക, സ്റ്റേറ്റ്മെൻറ്റുകൾ വായിക്കുകയാണ്. ഇന്ത്യയുമായി ഏറ്റവും നീളമേറിയ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ഇന്ത്യയുടെ ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശം അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നു. ചൈനയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഇന്ത്യയുമായി ഏറ്റവും കുറഞ്ഞ അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. 13ാമത്തെ ചോദ്യം: മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് ആരുടെ വാക്കുകളാണ്? 14ാമത്തെ ചോദ്യം: ഭരണഘടനയെക്കുറിച്ച് ഇന്ത്യൻ നിയമങ്ങൾ നടപ്പാക്കുന്നതിലെ പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഭരണഘടനയനുസരിച്ച് ഇന്ത്യയിൽ നിയമങ്ങൾ നടപ്പാക്കുന്നതിലെ പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? 15ാമത്തെ ചോദ്യം: ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന വസ്തുതകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് 1993 ഒക്ടോബർ 12 സ്ഥാപിതമായി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ജഡ്ജി എന്നിവ ആളായിരിക്കണം കമ്മീഷൻ ചെയർപേഴ്സൺ. 16ാമത്തെ ചോദ്യം:
ഫുട്ബോൾ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ലോകകപ്പ് സ്വന്തമാക്കിയ രാജ്യമേത്? 17ാമത്തെ ചോദ്യം. ചേരുംപടി ചേർക്കുക. മത്സ്യകൃഷി എപ്പിക്കൾച്ചർ, പട്ടുനൂൽ പുഴു വിറ്റിക്കൾച്ചർ, മുന്തിരിക്കൃഷി പിസിക്കൾച്ചർ, തേനീച്ച വളർത്തൽ സെറികൾച്ചർ. 18ാം ചോദ്യം. ചിത്രകാരൻ്റെ ചായ പലക എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുഷ്പം ഏത്? 19ാമത്തെ ചോദ്യം. മൂലകം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ച വ്യക്തി ആര്? 20ാമത്തെ ചോദ്യം. ലോക പരിണാമ ദിനം എന്ന്? 21ാമത്തെ ചോദ്യം. ഇന്ത്യൻ ലോക്സഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിതാ ധനമന്ത്രി ആര്? 22ാം ചോദ്യം. മേയർ ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്ര? 23ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ പ്രാഥമിക വർണ്ണങ്ങളിൽ പെടാത്തത് ഏത്? പച്ച, നീല, ചുവപ്പ്, മഞ്ഞ. 24ാം ചോദ്യം. ജീവകങ്ങളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ജീവകം എ, ഡി, ഇ, കെ എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ്, ഫാറ്റ് സോലുബിൾ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ജീവകം ബി കോംപ്ലക്സ്, ജീവകം സി എന്നിവ വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ശരീരത്തിന് ദിവസേന ആവശ്യമായതിനാൽ ഇവ ആഹാരത്തിൽ പതിവായി ഉൾപ്പെടുത്തണം. ശരിയായ കോഡ് തിരഞ്ഞെടുക്കുക എന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, ഏതാണ് ഉത്തരവെന്ന് നോക്കുക. 25ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ പ്രമുഖ ഇരുമ്പുരുക്ക് വ്യവസായശാലകളും അവ സ്ഥാപിക്കാൻ സഹായിച്ച വിദേശ രാജ്യങ്ങളും തമ്മിൽ തെറ്റായ ജോഡി ചേർത്തിരിക്കുന്നത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഫിലായി റഷ്യ, ഓപ്ഷൻ ബി റൂർക്കേല ജർമ്മനി, ഓപ്ഷൻ സി ദുർഗാപൂർ ബ്രിട്ടൻ, ഓപ്ഷൻ ഡി ബൊക്കാറോ അമേരിക്ക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഉത്തരങ്ങളിലേക്ക് പോകാം. ഉത്തരം ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യ ചോദ്യം ഇങ്ങനെയായിരുന്നു. ഇന്ത്യൻ തദ്ദേശീയമായി നിർമ്മിച്ച വിജയകരമായി പരീക്ഷിച്ച എയർ ടു സർഫസ് മിസൈൽ ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം. രുദ്രം 2. ഓക്കെ, രുദ്രം 2. ക്ലിയർ, മറന്നു വരുത്. അടുത്ത ചോദ്യം. എവറസ്റ്റ് കീഴടക്കുന്ന മൂന്നാമത്തെ മലയാളി വനിത ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം. സുഹറ സിറാജ്. ഓക്കെ, ആദ്യ മലയാളി വനിതയാണെങ്കിൽ സഫ്രീന ലത്തീഫാണ് ആദ്യത്തേത്. മൂന്നാമത്തേതാണ് ആര്? സുഹറ സിറാജ് എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത മൂന്നാമത്തെ ചോദ്യം. രാജ്യത്ത് ആദ്യമായി വയോജന വകുപ്പ് രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കേരളം. ഓക്കെ, അടുത്ത് നാലാമത്തെ ചോദ്യം. രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിയുള്ളവർക്ക് സംരക്ഷണം ഉറപ്പാക്കുന്ന കേരള സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം. അൻപ് വീട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കേരള സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആരാണ്? വി ഇ അബ്ദുൽ ഗഫൂർ. ഓക്കെ, വി ഇ അബ്ദുൽ ഗഫൂർ ഓർത്തേക്കുക. വി ഇ അബ്ദുൽ ഗഫൂർ. ഓക്കെ, മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരാണ്? അബ്ദുൽ ഗഫൂർ ആണെന്ന് ഓർത്തേക്കുക. അദ്ദേഹമാണ് കേരള സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. അടുത്ത അഞ്ചാമത്തെ ചോദ്യം. സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ ധനസഹായം നൽകുന്ന അന്നപൂർണ ഭണ്ഡാർ ക്ഷേമ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പശ്ചിമ ബംഗാൾ. ഓക്കെ, പശ്ചിമ ബംഗാളിൻ്റെ തലസ്ഥാനം ഏതാ? കൊൽക്കത്ത. പശ്ചിമ ബംഗാളിൻ്റെ തലസ്ഥാനം കൊൽക്കത്ത. ക്യാപിറ്റൽ കൊൽക്കത്തയാണ്. അതുപോലെ പശ്ചിമ ബംഗാളിൻ്റെ മുഖ്യമന്ത്രി ആരാ? സുവേന്ദു അധികാരി. ഓർത്തേക്കുക, സുവേന്ദു അധികാരി എന്ന് ഓർത്തേക്കുക. ക്ലിയർ. ഇപ്പോൾ ഗവർണർ ആരാ? പശ്ചിമ ബംഗാൾ ഗവർണർ ആർ എൻ രവി. ഓക്കെ, പശ്ചിമ ബംഗാൾ ഗവർണർ ആരെന്ന് വെച്ചാൽ ആർ എൻ രവി എന്നുകൂടെ ഓർത്തേക്കുക. അടുത്ത ആറാമത്തെ ചോദ്യം. ബഹിരാകാശത്ത് സഞ്ചാരികൾക്ക് ആകാശം ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കറുപ്പ് നിറത്തിൽ. റിഫ്ലക്റ്റ് ചെയ്യാൻ വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ടും ശൂന്യാകാശമായതുകൊണ്ടും അവിടെ കറുപ്പ് നിറത്തിൽ മാത്രമേ കാണത്തുള്ളൂ. അടുത്ത ഏഴാമത്തെ ചോദ്യം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മാസ്. എട്ടാമത്തെ ചോദ്യം. താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക എന്നാണ്. കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ചിലർക്ക് ഉത്തരം കിട്ടിക്കാണത്തില്ല. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. 2ഉം 4ഉമാണ് അതായത് തെറ്റായത്. ഓക്കെ, രണ്ടാമെന്ന് പറയുന്നത് മാൻഡറിൻ ചൈനീസ് ഭാഷയിൽ നിന്ന് ബുക്കർ പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ കൃതിയല്ല, ആദ്യ കൃതിയാണ് കേട്ടോ. ആദ്യ കൃതിയാണ് ഓർത്തേക്ക്. തൈവാൻ ട്രാവലോഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത് പറഞ്ഞത് നാലാമത്തെ തെറ്റെന്ന് പറഞ്ഞു. നാലാമത്തെ തെറ്റെന്ന് പറഞ്ഞാൽ 60,000 പൗണ്ട് അല്ല, 50,000 പൗണ്ടാണ്. 50,000 പൗണ്ട്. ഓക്കെ, ക്ലിയർ.
യെസ്. അടുത്ത 9ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ശരി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ 1, 2, 3 ശരിയാണ്. ഓക്കെ, 1 ശരിയാണ്. കണ്ണൂർ പാട്യത്താണ് ജനിച്ചത്. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗ വിലാസം എന്ന മാസിക ആരംഭിച്ചു. ഓക്കെ, ഇത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്ത് 10ാമത്തെ ചോദ്യം ഒരു മാത്സ് ചോദ്യമാണ്. ഒരച്ഛൻ മകനും കൂടി ഇപ്പോൾ 39 വയസ്സുണ്ട്. ഓക്കെ, ഇനി ഒരു വർഷം കഴിയുമ്പോൾ അവരുടെ പ്രായം എന്തായിരിക്കുമെന്നാണ് ചോദ്യം. സിമ്പിൾ ചോദ്യമാണ്, നമ്മൾ തെറ്റിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ, അച്ഛൻ എന്ന് പറയുന്നത് എക്സ് എന്ന് എടുക്കുക. ജസ്റ്റ് ഞാൻ വെറുതെ എക്സ് എന്ന് എടുക്കുന്നേ ഉള്ളൂ. എക്സ് പ്ലസ് വൈ എത്രയാണ്? 39 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 39 വയസ്സ്. ഒരു വർഷം കഴിയുമ്പോൾ അവരുടെ പ്രായത്തെ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മകന് എക്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു വയസ്സ് കൂടെ കൂടും. ഓക്കെ, 1x ആവും. ഇത് അച്ഛൻ എത്രയാണ്? വീണ്ടും 1y ആവും. അപ്പോൾ എത്ര വയസ്സ് കൂടി? 2 വയസ്സ് കൂടി. അപ്പോൾ 39 പ്ലസ് 2 39 പ്ലസ് 2 എത്രയാണ്? 41 വയസ്സ്. ഓക്കെ, സിമ്പിൾ ചോദ്യമാണ്, പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാകും. ഒരു വയസ്സ് എന്ത് ചെയ്യും? അച്ഛനും മകനും ഓരോ വയസ്സ് കൂടെയാണ്. അപ്പോൾ 39 പ്ലസ് 2 കൂട്ടണം. ക്ലിയർ. അടുത്ത് 11ാമത്തെ ചോദ്യം. വടക്കേ മലബാറിലെ, ഇത് ഓപ്ഷൻ ബി ആണ്, 41 വയസ്സ്. അടുത്ത 11ാമത്തെ ചോദ്യം. വടക്കേ മലബാറിലെ ഏത് കുടുംബാംഗമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കോട്ടയം രാജകുടുംബം. 12ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനയുടെ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, ചൈനയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡാണ്. അത് തെറ്റാണ്. ചൈനയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് വെച്ചാൽ അരുണാചൽ പ്രദേശ് ആണെന്ന് ഓർത്തേക്ക്. അരുണാചൽ പ്രദേശ്. ഓക്കെ, അടുത്ത 13ാമത്തെ ചോദ്യം നോക്കാം. മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് ആരുടെ വാക്കുകൾ എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ആണ്, ബാലഗംഗാധര തിലകൻ. 14ാമത്തെ ചോദ്യം. ഭരണഘടനയനുസരിച്ച് ഇന്ത്യയിൽ നിയമങ്ങൾ നടപ്പാക്കുന്നതിലെ പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവയെല്ലാമാണ്. അത് വൈവിധ്യമാർന്ന താല്പര്യങ്ങൾ, അവബോധമില്ലായ്മയും പുതിയ നിയമങ്ങളുടെ പ്രതിരോധം. ഓക്കെ, ഇവയെല്ലാം ചേർന്നതാണ്. അടുത്ത 15ാമത്തെ ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന വസ്തുതയിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ ശരിയാണ്. 1991 ഒക്ടോബർ 12 സ്ഥാപിതമായി. അടുത്ത ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നു. ശരിയാണ്. ഓക്കെ, അടുത്ത കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. തെറ്റാണ്. ഓക്കെ, ഭരണഘടനയിൽ ഇതിനെക്കുറിച്ച് മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നില്ല. അത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ല, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് ഓർത്ത് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന ആളായിരിക്കണം കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. 16ാമത്തെ ചോദ്യം. ഫുട്ബോൾ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ലോകകപ്പ് സ്വന്തമാക്കിയ രാജ്യം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ബ്രസീലാണ്. ബ്രസീൽ 5 തവണ ഫുട്ബോൾ ലോകകപ്പ് നേടിയിട്ടുണ്ട് എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത് 17ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചേരുപടി ചേർക്കുകയാണ്. മത്സ്യകൃഷി ഏതാണ്? ഓപ്ഷൻ സി ആണ്, പിസിക്കൾച്ചർ. ഓക്കെ, മത്സ്യകൃഷി ഏതാണ്? പിസിക്കൾച്ചർ. അടുത്ത് പട്ടുനൂൽപ്പുഴു സെറികൾച്ചറാണ്. ഓക്കെ, സെറികൾച്ചർ. അടുത്ത് മുന്തിരി കൃഷിയാണെങ്കിൽ വിറ്റിക്കൾച്ചർ. ഓക്കെ, അടുത്ത് തേനീച്ച കൾച്ചർ എപ്പിക്കൾച്ചർ. ക്ലിയർ. അപ്പോൾ അത് ഏതാ വരുന്നത്? A3 വരുന്നതും A3. ബി ഏത് വരണം? 4 വരണം. ഓക്കെ, സെറികൾച്ചർ. മുന്തിരി വിറ്റിക്കൾച്ചർ സി 2 വരണം. D 1 വരണം. ക്ലിയർ. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത 18ാമത്തെ ചോദ്യം. ചിത്രകാരൻ്റെ ചായപ്പലക എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുഷ്പം ഏതെന്നാണ് ചോദ്യം. കിട്ടിക്കാണും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആന്തൂറിയം. ഓപ്ഷൻ ബി ആന്തൂറിയമാണ് ഇത് ചിത്രകാരൻ്റെ ചായപ്പലക എന്നറിയപ്പെടുന്നത്. അടുത്ത 19ാമത്തെ ചോദ്യം. മൂലകം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ച വ്യക്തി ആരെന്നാണ് ചോദ്യം. ആരാണ് മൂലകം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത്? ഓപ്ഷൻ സി ആണ്, റോബർട്ട് ബോയിൽ. ഓക്കെ, അടുത്ത 20ാമത്തെ ചോദ്യം. ലോക പരിണാമ ദിനം എന്നാണ് ചോദ്യം. ലോക പരിണാമ ദിനം ഓപ്ഷൻ സി ആണ് ഉത്തരം. നവംബർ 24. 21ാമത്തെ ചോദ്യം. ഇന്ത്യൻ ലോക്സഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിതാ ധനമന്ത്രി ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ, നിർമ്മല സീതാരാമൻ അല്ല, ഇന്ദിരാഗാന്ധി.
അടുത്ത 22ാം ചോദ്യം, മേയർ ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, 21 വയസ്സ്. കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഓക്കെ, മേയർ ആവാനും പഞ്ചായത്ത് പ്രസിഡന്റ് ആകാനും അതുപോലെ തന്നെ മുനിസിപ്പൽ ചെയർപേഴ്സണും ആകാനും എത്രയാണ്? 21 വയസ്സാണ്. വോട്ട് ചെയ്യാൻ 18 വയസ്സാണ്. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ചുരുക്കി. ഭരണഘടനാ ഭേദഗതി 61, ഭരണഘടനാ ഭേദഗതി വർഷം 1989, പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി എന്നുകൂടെ ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ പ്രാഥമിക വർണ്ണങ്ങളിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പച്ച, നീല, ചുവപ്പ്. ഓക്കെ, പച്ച, നീല, ചുവപ്പാണ് ഏത്? പ്രാഥമിക വർണ്ണങ്ങൾ. പെടാത്തത് മഞ്ഞയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓക്കെ, അടുത്ത 24ാം ചോദ്യം, ജീവകങ്ങളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവന പരിശോധിക്കുക. ജീവകം എ, ഡി, കെ കൊഴുപ്പിൽ ലയിക്കുന്നതാണ്. ശരിയാണ്. ജീവകം ബി കോംപ്ലക്സ്, സി എന്നിവ വെള്ളത്തിൽ ലയിക്കുന്നു. ഓക്കെ, ബിയും സിയും വെള്ളത്തിൽ ലയിക്കുന്നതാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ശരീരത്തിന് ദിവസേന ആവശ്യമായ ഇവ ആഹാരത്തിലെ പതിവായി ഉൾപ്പെടുത്തണം. അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ശരി? 1ഉം 2ഉമാണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ, അടുത്ത 25ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ പ്രമുഖ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ അവ സ്ഥാപിക്കാൻ സഹായിച്ച വിദേശ രാജ്യങ്ങൾ തമ്മിൽ തെറ്റായ ജോഡി ചേർത്തിരിക്കുന്നത് ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, ഫിലായി റഷ്യയാണ്, അത് ശരിയാണ്. റൂർക്കേല ജർമ്മനിയാണ്, ശരിയാണ്. ദുർഗാപൂർ ബ്രിട്ടനാണ്. ബൊക്കാറോ അമേരിക്ക, അത് തെറ്റാണ്. ബൊക്കാറോ റഷ്യയാണത്. ഓർത്തേക്ക്. ക്ലിയർ? അപ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കാം. 25 മാർക്കിൽ എത്ര 25 ക്വസ്റ്റിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അടുത്ത ഭാഗത്തിൽ വേറെ ടോപ്പിക്കായിട്ട് വീണ്ടും അടുത്ത എക്സാമായിട്ട് വീണ്ടും കാണാം.